CDD ഇന്ത്യ അംഗം ശ്രീമതി ലത രാമൻ ജയഗോപാൽ, സ്ക്വാസ് പ്യുവർ സൊല്യൂഷൻ സ്ഥാപകൻ ഡോക്ടർ ഹരീഷ് നമ്പ്യാർ, കാനാമ്പുഴ അതിജീവന സമിതി കൺവീനർ ശ്രീ എൻ ചന്ദ്രൻ, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ പി ബിജു, റോപ്പ് ഇൻ്റർനാഷണൽ സഹസ്ഥാപകൻ ശ്രീ ശ്രീജിത്ത് നെടുമ്പുള്ളി എന്നിവരാണ് പ്രബന്ധാവതരണത്തിനായി എത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം പാനൽ അംഗങ്ങളായി നമ്മളോടൊപ്പം ചേരുന്നത് IIT കാൺപൂരിലെ ഫാക്കൽറ്റി പ്രൊഫസർ അനിന്ദിത ചക്രവർത്തി, ജലവിഭവ വകുപ്പ് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ വി ഹരിലാൽ എന്നിവരാണ്. Our water resources are being polluted by bio-waste, liquid waste and other waste. Making use of new technologies, decentralized management solutions are possible to address these issues. A few such models are going to be presented in this session. We have with us Dr. N.C. Narayanan, Professor IIT Mumbai as the chair, and for experience sharing we have Ms. Lata Raman Jayagopal, member CDD India. Dr. Harish Nambiar, founder of Squas Pure Solutions, Mr. N. Chandran, convener of Kanambura River Revival Committee, Mr. Biju, former president of Nedumangad Block Panchayat, and Mr. Srijit Nedumbulli, co-founder Rope International. For response and comments, we have Professor Anindita Chakravarti, Department of Humanities and Social Sciences, and adjunct faculty, Kodak School of Sustainability, IIT Kanpur, and Mr. V. Harilal, former assistant engineer, Irrigation Department. I welcome all of them to the session addressing water quality issues, wastewater and bio-waste management, experiences and challenges. And I welcome Dr. N.C. Narayanan for the presidential address. Please, sir. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നു വരുന്ന ഈ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ ഈ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ആണ് നമ്മളിന്ന് രാവിലെ കണ്ടത്. ഇന്ന് രാവിലത്തെ പ്രസൻറ്റേഷൻ ഉദാഹരണത്തിന് ഇവിടെ നടന്ന കാട്ടാക്കട നടന്ന പരിപാടികൾ, അതുപോലെ കോട്ടയത്ത് നടന്നത്, തൃത്താല നടന്നത്, ആ 3 നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ ഏറ്റവും ഇതായിട്ട് കണ്ടത് ഇവിടുത്തെ ഒരു ജനകീയ പങ്കാളിത്തമാണ്. കാര്യം രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഈ നദീമുഖ വികസനങ്ങൾ, റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റാണ് മിക്കവാറും എല്ലായിടത്തും നടക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. ശ്രീമതി ലതാ രാമൻ ജയഗോപാൽ, CDD ഇന്ത്യ. എല്ലാവർക്കും നമസ്കാരം. നേരെ പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. നമ്മൾ അധികം ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. നമ്മൾ രാവിലെയും തൊട്ട് പല രീതിയിലും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ദാറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു 80% നമ്മൾ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ യൂസ്ഡ് വാട്ടറായിട്ട് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിലും കേരളത്തിലും അതെ, കുറച്ച് വലിയ സിറ്റീസിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ ഇങ്ങനത്തെ മലിനജലം ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള അധികം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ അത് പൊതുവായിട്ട് നമുക്ക് അറിയാവുന്നത് എല്ലായിടത്തും ഒരു വലിയ സുവേജ് ലൈൻ ഇട്ടിട്ട് സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് അറിയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പല സ്ഥലങ്ങളും നടക്കാത്തതെന്ന് വെച്ചാൽ അതിലുള്ള ഒരുപാട് അധിക ചിലവ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിന് മാത്രമല്ല അതിലേക്ക് ആ വെള്ളം എത്തിക്കാനായിട്ടുള്ള പൈപ്പുകൾ, അത് പ്രത്യേകിച്ച് ഹൈ വാട്ടർ ടേബിൾ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളം മണ്ണിൽ കുഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 അടിയിലൊക്കെ വെള്ളം കിട്ടുന്ന നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ, നമ്മുടെ കായലുകളുടെ സൈഡിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമുക്കിത് പലപ്പോഴും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ ഔട്ടാണ് നമ്മളിപ്പോൾ രാവിലെയും കുറേ സെഷൻസിൽ പറഞ്ഞിരുന്നു. ദാറ്റ് നമ്മൾ ഇപ്പോൾ നമുക്കുള്ള സംവിധാനങ്ങൾ ഒരുമാതിരി എല്ലായിടങ്ങളിലും നമ്മൾ സെപ്റ്റിക് ടാങ്ക്, നേരത്തെ കുഴിക്കക്കൂസായിരുന്നു, ഇപ്പോൾ നമ്മൾ അതിന് മുമ്പോട്ടായിട്ട് സെപ്റ്റിക് ടാങ്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഒരുമാതിരി 90% വീടുകളിലും കെട്ടിടങ്ങളിലും നമ്മൾ ചെയ്യുന്നത്. ഇത് സാധാരണ വളരെ താഴ്ന്ന ജലനിരപ്പുള്ള സ്ഥലങ്ങളിൽ, അധികം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ സെപ്റ്റിക് ടാങ്ക് വർക്ക് ചെയ്യുമായിരിക്കും. ബിക്കോസ് സെപ്റ്റിക് ടാങ്കിൽ ആകെ ഉണ്ടാവുന്നത് അതിനകത്തുള്ള ഖരമാലിന്യങ്ങൾ അത് അടിയുന്നു. അതിനകത്തുള്ള വെള്ളത്തിന് ഒരു 25-30% ട്രീറ്റ്മെൻറ്റ് നടക്കണമെന്നുള്ളതാണ്. ബാക്കിയുള്ളത് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി മണ്ണിലുള്ള ഈ ബാക്ടീരിയയാണ് അത് ട്രീറ്റ് ചെയ്യണത്. പക്ഷെ നമ്മുടെ വളരെ കൂടുതൽ ജനസാന്ദ്രതയുള്ള ഹൈ വാട്ടർ ടേബിളുള്ള സ്ഥലങ്ങളിൽ ഇത് നേരെ വെള്ളത്തിനെ പൊല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ
ഡീസെൻട്രൽ നമ്മൾ DWATS എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ വികേന്ദ്രീകൃതമായിട്ട് നാച്ചുറലായിട്ടുള്ള സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് മലിനജലം ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെക്നോളജിയുടെ ഒരു ഇതാണ് DWATS അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ടെക്നോളജിയിലേക്ക് പോകുന്നില്ല. നമുക്ക് ബേസിക്കലി നമ്മൾ സെപ്റ്റിക് ടാങ്ക് പോലെ തന്നെ പക്ഷേ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പല നമ്പർ ഓഫ് അറകൾ, അതിൻ്റെ എത്ര വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്നൊക്കെയുള്ള അനുസരിച്ചിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അവസാനം വരുന്ന വെള്ളത്തിനെ നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ചെടി നനയ്ക്കാനായിട്ടും നോൺ പോർട്ടബിൾ ആയിട്ടുള്ള യൂസേഴ്സിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. 500-ഓളം കൂടുതൽ സിസ്റ്റംസ് ഒരു സിംഗിൾ വീട് മുതൽ വലിയ വലിയ ക്യാമ്പസസ് വരെ ഒരുപാട് സിസ്റ്റംസ് ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ലെവലിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ടൗണിലേക്ക് നമുക്കിത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു അവസരം നമ്മൾ നോക്കുമ്പോഴാണ് 2018 CDDയും IIT ബോംബെയും ഖിലയുടെയും ഒക്കെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു കൂട്ടായ്മ വെച്ചിട്ട് ആലപ്പുഴ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നമ്മൾ ഈ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഒന്ന് കാണാം. Rejuvenation of the canal network of Alappuzha. Dotting the coastline of Arabian Sea in Kerala, India, the quaint town of Alappuzha has often been described as the Venice of the East, with its picturesque canals, backwaters, beaches and lagoons. As the oldest planned backwater town of Kerala, Alappuzha's main waterways which link the Arabian Sea on the west to the Vembanad Lake on the east were once its nerve centers. Unfortunately, with the port losing its commercial importance, road networks and automobiles getting more prominence, Alappuzha's canal network slowly started losing their purpose. Today they have been reduced as easy waste dumping spaces, a cause for major pollution, health concerns and poor aesthetics. In late 2017, on advice of the state leadership, Kila and IIT Mumbai organized the winter school to study and suggest the methodology to address the rejuvenation of the canal network. The team brought in CDD Society of India, KUSAT, and Inspiration Kochi, who sat together and drew up a vision to rejuvenate Alappuzha's lifeline. A vision to clean and rejuvenate its 14 canal sheds, set in position liquid and solid waste treatment systems for over 40,000 households and buildings, create over 10 kilometers of green pedestrian walkways, bringing back vibrant life on the water's edge, move towards efficient water transport network, in the process create several thousand green jobs for a range of skilled as well as unskilled labor. അപ്പോൾ നമ്മൾ അവിടെ എന്തായിരുന്നു ആലപ്പുഴയുടെ നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു അപ്രോച്ചിൻ്റെ പ്രധാന 4 തൂണുകളെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളൊരു പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കനാലിലെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ കനാലിൻ്റെ മാത്രമല്ല അതിലേക്ക് വീഴുന്ന എല്ലാ സബ് കനാൽസിൻ്റെയും അതിലേക്ക് വീഴുന്ന എല്ലാ ഡ്രെയിൻസിനും അങ്ങനെ ഒരു കനാൽ ഷെഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ആ തുടക്കത്തിൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്താലേ അവസാനം വരുമ്പോഴത്തേക്കും നമുക്ക് ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നമ്മൾ എന്തൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്താലും ജനങ്ങളെ അതിന് തുടക്കം മുതൽ തന്നെ നമ്മൾ അവിടെയുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അതിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ, അത് അവർ ഉൾക്കൊള്ളുള്ളൂ, അവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നൊന്ന് ചെയ്തിട്ട് പോയാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ തൊട്ട് തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ക്യാമ്പയിനും കൂടി ഈ ആലപ്പുഴ പ്രോജക്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് തോട് ഓടയല്ല കനാൽസ് ആൻഡ് നോട്ട് ഡ്രെയിൻസ് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമുക്ക് ഈ വെള്ളത്തിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നമ്മുടെ കനാലുകളും തോടുകളും കുളങ്ങളും ഒക്കെ അതിനൊരു ഡെയിലി ലൈഫിൽ നമുക്കൊരു വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും അതിനകത്ത് വേസ്റ്റും ഒക്കെ കൊണ്ടുപോയിടുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് അതിൻ്റെ ഭംഗി, അതിൻ്റെ ഉപയോഗം തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു എഫേർട്ട് പുട്ട് ഇൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം നമ്മൾ ഒരു സ്ഥലത്തുള്ള വേസ്റ്റിനെ വേറെ ഒരിടത്തും കൊണ്ടുപോയി വെക്കുക എന്നുള്ളതിന് പകരം അതാത് സ്ഥലങ്ങളിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിൻ്റെ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നമ്മൾ ഒരു കനാലാണ് എടുത്തത്, പക്ഷേ ഇതൊരു നമുക്ക് അനുകരിക്കാവുന്നൊരു മാതൃകയായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ. ഇതൊരു 2.5 കിലോമീറ്ററിൻ്റെ ഒരു കനാലാണ് നമ്മൾ എടുത്തതെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു മോഡലായിട്ടാണ് ഇത് ചെയ്തത്. അപ്പം അതിനകത്ത് പല പല കോമ്പണൻസ് ഉണ്ടായിരുന്നു. കനാൽ ക്ലീൻ ചെയ്യുന്നത് തന്നെയായിരുന്നു നമ്മൾ അതിനകത്തുള്ള ലെഗസി വേസ്റ്റ്
കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക, അതിൻ്റെ ഒഴുക്ക് ശരിയാക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താഴെ ലെഫ്റ്റ് സൈഡിൽ അതായിരുന്നു ആ കനാലിൻ്റെ തുടക്കത്തിലുള്ളത്. അത് കഴിഞ്ഞ് അതിലേക്ക് വീഴുന്ന വെള്ളം, മലിനജലത്തിനെ നമ്മൾ ഒരു പൈപ്പ് വഴി ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും അതേ ആ ഡ്രെയിൻ ആഫ്റ്റർ എന്നുള്ളതാണ് അതിൻ്റെ പിന്നീടുള്ള ഒരു ഇതായിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഒപ്പം ഖരമാലിന്യങ്ങളും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അതിൻ്റെ പല പല സ്റ്റേജസിലുള്ള, ഇപ്പം നമ്മൾ അതിനകത്ത് ഈ തോടുകളെ ക്ലീനപ്പ് ചെയ്തു, അവിടെയുള്ള മലിനജലത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സുവേജ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കി. അവിടെയുള്ള എല്ലാ മോശമായിട്ടുള്ള ടോയ്ലറ്റ്സിനെയൊക്കെ റിപ്പയർ ചെയ്തിട്ട് കുളിക്കാനും ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ടും തുണി നനയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വീടുകളിൽ ചെയ്തു കൊടുത്തു. ഇതാണ് ആ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്ന ഒരു DWATS എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം. അതിൻ്റെ ഒപ്പം അവിടുത്തെ ഖരമാലിന്യ സംസ്കരണവും നമ്മൾ ജനസഹകരണത്തോടുകൂടി ചെയ്തു. ആൻഡ് അവിടെ ഒരു പൊതു കക്കൂസ് ഉണ്ടായിരുന്നു, അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനൊരു ചെറിയ ക്ലബ്ബായിട്ട് മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഇത് ഒരു 2018 നമ്മളിത് ചെയ്തത്. ഇത് 2024 എൻഡിൽ ഞങ്ങൾ വെറുതെ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ തന്നെ താമസിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചതിൻ്റെ ഒരു പ്രിപ്പറേഷനും എടുക്കാത്തൊരു വീഡിയോ ആണ്. പോയപ്പോഴും ഒരു അമ്മച്ചി എന്നോട് ചോദിച്ചു ഈ കോളിയുടെ പേര് അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പണ്ടെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ഇതിനകത്തോട്ട് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊതു കക്കൂസ് അതൊരു പണ്ട് ഒരു ആകൃതം പിടിച്ച ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അത് പോയിട്ട് ഇപ്പം എല്ലാത്തിനേലും ഉപരി ഇതിലൊരിപ്പം ആൾക്കാർ മുലക്കച്ചെറുപ്പിന് പോകുന്ന പോലെ ആൾക്കാരില്ല. പഴയ ടാങ്കായിരുന്നപ്പം പൊട്ടി ഒഴുകുമായിരുന്നു. ഇപ്പൊ സാറേ ഇപ്പൊ ഇവിടെ ആയിരിക്കും മീറ്റിംഗ് ഒക്കെ നമ്മുടെ അവിടെ ആയിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നൊക്കെയുള്ള പണ്ട് ഇവിടെ വരുമ്പോൾ ഇതിന്റെ അവസ്ഥ അങ്ങനെ. പക്ഷെ ഇപ്പൊ ആർക്കും ഒരു മടിയില്ല. ഇവിടെ ഏത് സമയത്തും ആർക്ക് വേണേലും എപ്പോൾ വേണേലും എങ്ങനെ വേണേലും വരാം. വെച്ചാൽ അത്ര നല്ല സൗകര്യമാണ് എല്ലാവരും. വീടുകളിലൊക്കെ ആണെങ്കിലും ഒരാൾ വന്നാൽ അവര് നമ്മുടെ വീട്ടിലൊന്നും തങ്ങത്തില്ല, കാരണം ബാത്റൂം പൊതുവായിട്ടാണെന്നുള്ളത് എഴുതുകൊണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാം കൊണ്ട് സ്വർഗരാജ്യം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ ജീവിക്കുന്നു. മണമില്ല, എലിയില്ല, മണമില്ല. ഇതിലെ കണ്ടെന്ന് വെച്ചാൽ നമ്മള് കവിതക്കാരുടെ വീടിന്റെ അവിടെ ഇവിടെ മണം ഇപ്പൊ അതില്ല. അതൊക്കെ നമുക്ക് എല്ലാം കൂടെ സന്തോഷം. ബാത്റൂം ആയിരുന്നപ്പോഴത്തേക്കിനും അധികം വെള്ളം ഇങ്ങോട്ട് ബാത്റൂമിൽ കയറുമ്പോഴത്തേക്കിനും ആ കാണാത്തോട്ടാണ് വെള്ളം ഊറുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കാൻ പറ്റും. കഥ തുറക്കാൻ പറ്റത്തില്ല മണം കാരണം. ഞങ്ങൾക്ക് അനുഭവമായിരുന്നു. പിന്നെ മഴക്കിടാൻ കഴിയാത്തത് ഇങ്ങനൊരു വലിയൊരു സംവിധാനം അത് ദൈവം തമ്മിലാണ് ഇങ്ങനെ പറഞ്ഞതിനും മേഡത്തെ പോലെ ഒരു കില എന്ന സംവിധാനം അത് ഏറ്റെടുത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നല്ലത് ചെയ്തു തന്നതിനും എല്ലാം കൊണ്ട് സാറുമാർക്കും എല്ലാവർക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇതൊരു ശരിക്കും ഉണ്ടായൊരിതാണ്. ആൻഡ് അവിടെയുള്ള ആൾക്കാരുടെ ആ ചെറിയൊരു ഇൻ്റർവെൻഷനിലുണ്ട് നമുക്ക് എത്രത്തോളം അവരുടെ ലൈഫിനെ മാറ്റാൻ പറ്റി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ച്, ഞാനൊരു 3 സ്ലൈഡും കൂടി ഉള്ളൂ എൻസി, നമ്മളിതിനെ സ്കെയിലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ചെറിയൊരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റിയിലേക്ക് ഈ ഒരു മാതൃകയെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം. ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വികേന്ദ്രീകൃതമായിട്ട് നമ്മളൊരു സംവിധാനം ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം ആ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരു സെപ്റ്റിക് ടാങ്ക് വർക്ക് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അതിന് എന്തൊക്കെ മാതൃകകളുണ്ടെന്നുള്ളത് ഞങ്ങൾ ആക്ച്വലി കിലയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 10-14 തരം വികേന്ദ്രീകൃതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് അവിടെ പല പല സ്കെയിൽ, ഒരു സിംഗിൾ വീട് മുതൽ ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ എന്നൊക്കെയുള്ളതിൻ്റെ മാതൃകകളുണ്ട്. അത് കണ്ടിട്ട് ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതിയും ഓരോ സ്ഥലത്തെയും വെള്ളത്തിൻ്റെ പൊക്കവും ഒക്കെ അനുസരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ അവിടുത്തെ മണ്ണിനെയും വെള്ളത്തിനെയും പൊല്യൂട്ട് ചെയ്യാതെ ഇരിക്കുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കൂടുതൽ വേസ്റ്റ് വാട്ടർ ഉണ്ടാക്കുന്നവർ, ശരിക്കും 10,000 ലിറ്ററിനെക്കാട്ടിലും കൂടുതൽ വെള്ളം വേസ്റ്റ് വാട്ടർ ലെറ്റ് ഔട്ട് ചെയ്യണം എല്ലാവരും അവരവരുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യണം എന്നിപ്പോൾ നിയമമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രോബബ്ലി ഒരു പഞ്ചായത്തിനുമൊക്കെ ചെയ്യാവുന്നൊരു ഇനീഷ്യേറ്റീവ്.
പിന്നെ നമ്മൾ അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ പീരിയോഡിക്കായിട്ട് അതിനെ ഡീസ്ലഡ്ജ് ചെയ്യാനായിട്ട് അതിനകത്തുള്ള വേസ്റ്റ് എടുത്ത് കളയാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓരോ ലോക്കൽ ബോഡി ലെവലിലും കൃത്യമായിട്ട് ചെയ്യണം. അത് പലപ്പോഴും ഇപ്പോൾ വളരെ ഹാപ്ഹസാർഡായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അതിനൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കും. എന്നിട്ട് അത് കൊണ്ടുപോകാനായിട്ടുള്ള ഈ ലോറീസും ട്രക്സും, ഇപ്പോൾ നമുക്ക് വലിയ വലിയ ട്രക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു പക്ഷേ ആ ഓരോ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും ഇതനുസരിച്ചിട്ട് ചെറിയ ട്രക്കുകളോ ഈവൻ ബോട്ടിലോ ഒക്കെ ഈ ഡീസ്ലഡ്ജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ എല്ലാം കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നുള്ളത് നമ്മളിപ്പം FSTPs എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കും. അതെല്ലാം കൂടി ഒരു ടൗൺ ഒരെണ്ണം ആവണമെന്നില്ല. നമുക്ക് സ്ഥലമുള്ള അനുസരിച്ചിട്ട് 3 or 4 വികേന്ദ്രീകൃതമായിട്ടുള്ള FSTPsഉം സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജീസ് ഇന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ എല്ലാം ഓപ്പറേഷണൽ മെയിൻ്റനൻസിന് എല്ലാവരും അവിടുത്തെ തന്നെ ജനപങ്കാളിത്തത്തോടു കൂടി സഹകരിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയ സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനൊക്കെ പകരം വളരെ വികേന്ദ്രീകൃതമായിട്ട് നമുക്ക് ഈ ഡൊമസ്റ്റിക് സുവേജ്, അതായത് വീടുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന മലിനജലം നമുക്ക് വളരെ സേഫായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാനായിട്ടുള്ള ടെക്നോളജീസ് ഇപ്പോൾ ഉണ്ട്. അത് ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ മാതൃകകളും നമുക്കുണ്ട്. പക്ഷെ അതിനേക്കുള്ളൊരു സിസ്റ്റംസ് എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ മാതൃക ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ പല സ്ഥലങ്ങൾക്കും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.